സൂക്ഷിച്ചു നോക്കണ്ട ഉണ്ണി, ഇത് ഞാൻ തന്നെയാ. കേരളത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോമായ കരിക്കിന് എന്താണ് സംഭവിക്കുന്നത്? 2018 തുടങ്ങിയ കരിക്കിന് 2022 ആവുമ്പോൾ 8 മില്യൺ സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരുന്നു. പക്ഷേ അതേസമയം 2022 തൊട്ട് 2025 വരെ അവർക്ക് നേടാൻ കഴിഞ്ഞ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് 1.9 മില്യൺ മാത്രമായിരുന്നു. വ്യൂസ് നോക്കിയാലും ഇത് തന്നെയാണ് അവസ്ഥ. അവരുടെ ലോവസ്റ്റ് പെർഫോംഡ് വീഡിയോസ് എടുത്ത് നോക്കിയാൽ 80% 2023 തൊട്ട് ഇങ്ങോട്ടുള്ള വീഡിയോസ് ആയിരിക്കും. അതുകൂടാതെ തന്നെ ഒരു ദിവസം എബോവ് 1 ലാഖ് ആഡ് റവന്യൂ കിട്ടുന്ന സമയം ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ അവർക്ക് കിട്ടുന്നത് വെറും 3000-ൽ താഴെ മാത്രമാണ്. സോ ഇവിടെ നമ്പേഴ്സ് എടുത്ത് നോക്കിയാൽ കേരളത്തിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഡിജിറ്റൽ എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോമായ കരിക്കിന്റെ ഡൗൺഫാൾ ആണ് സംഭവിക്കുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ ഒരു കാര്യം മറന്നു. നമ്മൾ കരിക്കിനെ ജഡ്ജ് ചെയ്തത് വെറും വ്യൂസും സബ്സ്ക്രൈബേഴ്സും കുറച്ച് നമ്പേഴ്സും കൊണ്ട് മാത്രമാണ്. പക്ഷേ എവിടെയോ നമുക്കൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. കരിക്ക് വെറും ഒരു യൂട്യൂബ് ചാനൽ മാത്രമല്ല, ദേ ആർ ആൾറെഡി എ 20 crore ബിസിനസ് എംപയർ. അവർക്ക് കരിക്കല്ലാതെ തന്നെ മറ്റു 3 യൂട്യൂബ് ചാനൽസും 3 ബിസിനസ്സും ആൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ കരിക്കിനെ കഴിഞ്ഞ 1 വീക്ക് റിസർച്ച് ചെയ്യുകയായിരുന്നു. അപ്പോഴായിരുന്നു കരിക്കിന്റെ പിന്നിലെ ഒരു മാസ്റ്റർ ബ്രെയിനെ കണ്ടെത്തിയത്, നിഖിൽ പ്രസാദ്, ദി ഫൗണ്ടർ ഓഫ് കരിക്ക്. കുറച്ച് റിസർച്ച് ചെയ്തപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായി, ഹി വാസ് ആബ്സല്യൂട്ട് ജീനിയസ്. നമ്മൾ കാണാതെ കരിക്കിന്റെ മറ്റൊരു ഡാർക്ക് ഫേസ് ഇദ്ദേഹത്തിൻ്റെതായിരുന്നു. നമ്മളെ ഒരു സൈഡിൽ നിന്ന് ചിരിപ്പിക്കുമ്പോൾ മറ്റൊരു സൈഡിൽ നിന്ന് ഹി ഈസ് ബിൽഡിംഗ് എ ഹ്യൂജ് ബിസിനസ് എംപയർ. 2026 തന്നെ നിഖിൽ പ്രസാദ് ഇതിനു വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്റെ റിസർച്ചിലൂടെ ഞാൻ ഈ പ്ലാനിനെ സീക്രട്ട്ലി കണ്ടെത്തി. ഒരു 3 സ്റ്റെപ്പ് ഇക്വേഷൻ. ഈ ഇക്വേഷനിലൂടെ ആയിരുന്നു നിഖിൽ പ്രസാദ് ഇത്രയും വലിയ ക്രിയേറ്റീവ് എംപയർ ഉണ്ടാക്കിയത്. അതുകൂടാതെ തന്നെ ഓരോ പുതിയ ചാനൽസിനും ഇതൊരു ലെസണും കൂടിയാണ്, ദി ഡാർക്ക് ട്രൂത്ത് അബൌട്ട് കരിക്ക്. പിന്നെ ഈ വീഡിയോ അവസാനം നമ്മൾ കരിക്കിന്റെ യൂട്യൂബ് റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ 3 പാർട്ട് ഇക്വേഷനിലെ ആദ്യത്തെ പാർട്ട് ഇക്വേഷൻ ആയിരുന്നു ദി പ്ലാനിങ്. ഇവിടെയായിരുന്നു നിഖിൽ പ്രസാദിന്റെ ആദ്യത്തെ ജീനിയസ് മൂവ്. അതായത് പല പുതിയ ചാനൽസും ചെയ്യാത്ത ഒരു കാര്യം. പലരും വിചാരിക്കുന്നത് കരിക്ക് തുടങ്ങിയത് ഭാഗ്യത്തിന് ഹിറ്റായത് കൊണ്ടായിരിക്കും ബാക്കി പല യൂട്യൂബ് ചാനൽസും ബിസിനസ്സും ലോഞ്ച് ചെയ്തതെന്ന്. പക്ഷെ വി ആർ 100% റോങ്. കരിക്ക് ചാനൽ ലോഞ്ച് ചെയ്യുന്നത് 2018-ലാണ്. പക്ഷെ 2016 തന്നെ ഇദ്ദേഹം ആൾറെഡി ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ വെറും ഒരു ചുവടുവെപ്പ് അല്ലെങ്കിൽ ഒരു തുടക്കം എന്ന രീതിയിലാണ് കരിക്കിനെ 2018 ലോഞ്ച് ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ എന്റർടൈൻമെന്റ് മീഡിയ. ഈ ചാനൽ ഹിന്ദിയിലെ ഫിൽറ്റർ പോപ്പ് എന്നൊരു എന്റർടൈൻമെന്റ് ചാനലിന്റെ ഇൻസ്പിറേഷൻ ആയിട്ടാണ് തുടങ്ങുന്നത്. പക്ഷേ ഈ ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സും കരിക്കിന്റെ സബ്സ്ക്രൈബേഴ്സും ഒന്ന് നോക്കുക. എന്നിട്ട് ഇവർ അപ്ലോഡ് ചെയ്ത വീഡിയോസിന്റെ എണ്ണവും കരിക്ക് അപ്ലോഡ് ചെയ്ത വീഡിയോസിന്റെ എണ്ണവും നോക്കൂ. ഇവിടെ തന്നെ മനസ്സിലാവും ഹീസ് എ മാസ്റ്റർ ബ്രെയിൻ. ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം ഒന്ന് മാത്രമായിരുന്നു, സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുക, അതിന് ബേസ് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ്സും ഉണ്ടാക്കുക. ഇവിടെയാണ് കരിക്കിന് ശേഷം കരിക്ക് ഫ്ലിക്ക് വരുന്നത്. അതിനുശേഷം കരിക്ക് ട്യൂൺഡ്, അവരുടെ മ്യൂസിക് പ്ലാറ്റ്ഫോം ആയിരുന്നു ഇത്. അതിനുശേഷം കരിക്ക് സീറോ വരുന്നു, അവരുടെ ന്യൂസ് പ്ലാറ്റ്ഫോം. അതിന്റെ കൂടെ തന്നെ ദേ ബിൽഡഡ് 3 ബിസിനസ്സസ്. ഫ്യൂസ് എന്ന് പറയുന്ന അഡ്വർടൈസിംഗ് ആൻഡ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഏജൻസി, പിന്നെ കരിക്ക് ബോൺസ് എന്നൊരു ആഡ് ഏജൻസിയും. അതിനുശേഷം കരിക്കിന്റെ വൈബ് എന്നൊരു മർച്ചൻഡൈസും വന്നു. ഇതെല്ലാം ആൾറെഡി പ്രീ പ്ലാൻഡ് മാത്രമായിരുന്നു. ഇവിടെയാണ് നിഖിൽ പ്രസാദ് ഇനി വരുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ബിസിനസ് പീപ്പിൾസിനും ഒരു ലെസൺ കൊടുക്കുന്നത്. സോഷ്യൽ മീഡിയ എന്നത് ക്രിയേറ്റേഴ്സിനെ കുറച്ച് സ്പോൺസർഷിപ്പും ആഡ് റവന്യൂ മാത്രം കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമല്ല, ബ്രാൻഡ് ഗ്രോ ചെയ്യാനും മാർക്കറ്റിംഗ് ചെയ്യാനും ഉള്ളൊരു മെയിൻ ഹബ്ബായിട്ട് സോഷ്യൽ മീഡിയനെ യൂസ് ചെയ്യാം. സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ട് ധാരാളം ആൾക്കാർ ഒരുപാട് ബിസിനസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ മാത്രമാണ് മിസ്റ്റർ ബീസ്റ്റിന്റെ ഫീസ്റ്റിബിൾ എന്നൊരു ചോക്ലേറ്റ് ബ്രാൻഡ്, ലോഗൻ പോളിന്റെ പ്രൈം എന്നൊരു കൂൾ ഡ്രിങ്ക്സ്. ഇവിടെ മലയാളത്തിൽ വന്നാൽ പല ക്രിയേറ്റേഴ്സും ബിസിനസ്സിലോട്ട് പോകുന്നത് കാണാൻ കഴിയും. ഈഗിൾ ഗെയിമിംഗ് റീസെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരന്റെ ക്ലോത്തിങ് ബ്രാൻഡ്. അതെ, ഞങ്ങളുടെ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് വരുന്നുണ്ട് ഗൈസ് ഉടനെ. കേരളത്തിലെ 1000 കോടി വാല്യൂഷനുള്ള ഈ ബ്രോട്ടോ ടൈപ്പ് എന്ന് പറഞ്ഞ എഡ കമ്പനി വരെ ഗ്രോ ചെയ്യാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ സരീഖ് ഷംസുദ്ദീന്റെ ഫൺഫോളിയോ, ഡോക്ടർ അനന്തുവിന്റെ സൈലം, ഇതെല്ലാം സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ടാണ് ഇത്രയും വലിയ ബിസിനസ് ബിൽഡ് ചെയ്തത്. ഇതുപോലെ തന്നെ ഇവിടെ നിഖിൽ പ്രസാദിന് ഈ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് നല്ലപോലെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഫ്യൂച്ചർ പ്ലാൻ അദ്ദേഹം ഉണ്ടാക്കി. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഈ കുട്ടി ചാനലിനും ഒരു ഫ്യൂച്ചർ പ്ലാനിങ് ഉണ്ടോ എന്നായിരിക്കും. അതിനു വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെയിറ്റ് ആൻഡ് സീ. സോ ഇവിടെ നിഖിൽ പ്രസാദ് ഒരു കിടിലൻ പ്ലാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനി എക്സിക്യൂട്ട് ചെയ്യണം. ഇവിടെയാണ് രണ്ടാമത്തെ ഇക്വേഷൻ വരുന്നത്, ബിൽഡിംഗ് ദി ഫൗണ്ടേഷൻ. ഒരു വീടിന്റെ പ്ലാനിങ് കഴിഞ്ഞാൽ ആദ്യം തുടങ്ങുന്ന പണിയായിരിക്കും ഫൗണ്ടേഷൻ.
ഇവിടെ നിഖിൽ പ്രസാദിന്റെ ഫൗണ്ടേഷൻ ആയിരുന്നു കരിക്ക്. ഇവിടുത്തെ ഒരു മെയിൻ ടാസ്ക് ആയിരുന്നു കരിക്കിനെ പെട്ടെന്ന് തന്നെ ഗ്രോ ചെയ്യുക. അതുകൊണ്ട് തന്നെ കരിക്ക് എന്നൊരു യൂട്യൂബ് ചാനലിനെ ഗ്രോ ചെയ്യാനുള്ള ഒരു ഫ്യൂച്ചർ പ്ലാനും ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ കരിക്കിന്റെ ഫ്യൂച്ചർ പ്ലാനിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ കരിക്ക് ഗ്രോ ചെയ്യാൻ യൂസ് ചെയ്ത 5 കീ തിങ്സിനെ കണ്ടെത്തി. ആദ്യത്തെ പോയിന്റ് ആയിരുന്നു ഹൈലി റിലേറ്റബിൾ. ഇപ്പോൾ നോക്കിയാൽ ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഹൈലി റിലേറ്റബിൾ കോണ്ടന്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആദ്യമായിട്ട് റിലേറ്റബിൾ കോണ്ടന്റ്സ് ചെയ്തു തുടങ്ങിയത് കരിക്കായിരുന്നു. അവരുടെ ചാനലിലെ തുടക്കത്തിലെ ട്രിപ്പ് പ്ലാനിങ്ങിന്റെ ഈ വീഡിയോ നോക്കുക. എല്ലാ ക്ലോസ് ഫ്രണ്ട്സും ചേർന്ന് ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ട്രിപ്പിന് പ്ലാൻ ചെയ്യുന്നു. അവസാനം ട്രിപ്പിന്റെ സമയമാകുമ്പോൾ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്ത ആളൊഴികെ ബാക്കി എല്ലാവരും കാണും. ഇങ്ങനെ റിലേറ്റബിൾ കോണ്ടന്റ്സ് ചെയ്താൽ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് ഓഡിയൻസുമായിട്ട് നല്ലൊരു കണക്ഷൻ ഇതിലൂടെ ഉണ്ടാക്കാൻ കഴിയും. എക്സാമ്പിൾ ഈ കമന്റ് തന്നെ നോക്കുക. ഇതിന് കിട്ടിയത് 9.1K ലൈക്സ് ആണ്. ഈ കമന്റുകൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ വീഡിയോ ഹൈലി റിലേറ്റബിൾ ആയിരുന്നു. ഇനി നിങ്ങൾ വിചാരിക്കുന്നത് സാധാരണ ചാനൽസിന് ഇതുപോലെ റിലേറ്റബിലിറ്റി കൊണ്ടുവരാൻ കഴിയുമോ എന്നായിരിക്കും. ഉറപ്പായും കഴിയും. ഞാൻ എന്റെ നീഷിലെ എന്റെ ഓഡിയൻസിന് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളൊരു പുതിയ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം കുറഞ്ഞതൊരു 20 പ്രാവശ്യമെങ്കിലും യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറി എത്ര വ്യൂസ് ആയെന്ന് നോക്കത്തില്ലേ? സോ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കിത് ഹൈലി റിലേറ്റ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്കും നിങ്ങളുടെ ഓഡിയൻസുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വീഡിയോയിൽ പറയാം. ഇനി അടുത്ത കീ പോയിന്റ് ആയിരുന്നു കോമഡി. കോമഡി എന്നൊരു ജോൺറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇറ്റ് ഈസ് എവർഗ്രീൻ. എത്ര കാലം കഴിഞ്ഞാലും ഇതിന്റെ ഇമ്പോർട്ടൻസ് ഒരിക്കലും കുറയത്തില്ല. അടിയിലോട്ട് ആരെങ്കിലും ഒരാളെ വിട്ടു കഴിഞ്ഞാൽ സുഗണ്ണനും മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരു കൂട്ടാവും ഇല്ലയോ? നല്ല തീരുമാനം. എക്സാമ്പിൾ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ റീവാച്ച് അടിച്ച് കണ്ട ഫിലിംസിൽ 80% ഫൺ മൂവീസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പിറങ്ങിയ ദിലീപിന്റെ പല സിനിമകളും നമ്മൾ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നത്. സോ ഇവിടെയാണ് കോമഡി ജോൺറയെ നല്ല രീതിക്ക് തന്നെ കരിക്ക് അവരുടെ കോണ്ടന്റ് യൂട്ടിലൈസ് ചെയ്തു. കരിക്കിന്റെ കോമഡി ഫൺ ഡയലോഗ്സ് കാരണം അവരുടെ കോണ്ടന്റ് കൂടുതൽ റീവാച്ചബിൾ ആയി മാറി. നിസ്സാരം 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 നമ്മളെ കൊണ്ട് പറ്റും ഒന്നുകൂടെ നിസ്സാരം. ഞാൻ അവരുടെ ചാനലിലെ കമന്റിൽ കണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. എത്ര പേരാണ് അവരുടെ ഓരോ പഴയ വീഡിയോസും റീവാച്ച് ചെയ്യുന്നതെന്ന് കാണാൻ കഴിയും. സോ ഇത് നിങ്ങളുടെ കോണ്ടന്റ്സിലും അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ എന്റർടൈൻമെന്റ് കോണ്ടന്റ്സ് ആണ് ചെയ്യുന്നതെങ്കിൽ ഫണ്ണായിട്ടുള്ള മൊമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. ഇല്ലെങ്കിൽ എന്നെ പോലത്തെ ഇൻഫോർടൈൻമെന്റ് കോണ്ടന്റ് ആണെങ്കിൽ ഇടയ്ക്ക് 2 ചളിയൊക്കെ അടിക്കാൻ ശ്രമിക്കാം. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവൂല. ഞാനും ഉറപ്പായും ശ്രമിക്കും. പിന്നെ ചിരി വന്നില്ലെങ്കിൽ മാമനോടൊന്നും തോന്നല്ലേ. ഇനി അടുത്ത കീ പോയിന്റ് ആയിരുന്നു ക്രിയേറ്റിംഗ് ഡിമാൻഡ്. ഈ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ നിഖിൽ പ്രസാദ് ഒരു മാസ്റ്റർ ബ്രെയിൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവർ ചാനൽ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇന്ന് 2820 ദിവസം കഴിഞ്ഞു. എന്നിട്ടും അവരുടെ ചാനലിൽ ലോങ് ഫോം വീഡിയോസിന്റെ എണ്ണം വന്നത് 118 മാത്രമാണ്. ഇതേ സമയം വേറെ ചാനൽസ് ആയിരുന്നെങ്കിൽ ഒരു 1000 വീഡിയോസ് എങ്കിലും കഴിഞ്ഞു കാണുമായിരിക്കും. ഇവിടെയാണ് കരിക്കിന് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. ഇവിടെ വീഡിയോസ് വരുന്നത് കുറവായത് കൊണ്ട് തന്നെ ഡിമാൻഡും വന്നു. ആലോചിച്ച് നോക്കുക, നിങ്ങളൊരു കടയിൽ കയറിയപ്പോൾ 2 സെറ്റ് ഓഫ് ചോക്ലേറ്റ്സ് ഉണ്ട്. ഇതിൽ ഒരെണ്ണം നിങ്ങൾക്ക് ഏത് ദിവസം വന്നാലും വാങ്ങാം. പക്ഷേ അടുത്തത് വർഷത്തിൽ 3-4 തവണ മാത്രമേ വരത്തുള്ളൂ. നിങ്ങൾ ഇതിൽ ഏത് ചോക്ലേറ്റ് ആയിരിക്കും വാങ്ങിക്കുക? ഞാൻ ഉറപ്പായി രണ്ടാമത്തതായിരിക്കും. കാരണം ആദ്യത്തെ എനിക്ക് എപ്പോൾ വേണമെങ്കിലും വാങ്ങാം. സോ ഇതുപോലെ അവർ അവരുടെ കോണ്ടന്റ്സിന് ഡിമാൻഡ് ഉണ്ടാക്കി. നിങ്ങൾ അവരുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാലും അടുത്ത വീഡിയോ എപ്പോൾ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു 1000 കമന്റെങ്കിലും കാണാൻ കഴിയും. ഇനി അടുത്തൊരു കീ പോയിന്റ് ആയിരുന്നു മേക്കിംഗ് സീരീസ്. ഓഡിയൻസ് കരിക്കിന്റെ വീഡിയോസ് ബിഞ്ച് വാച്ച് ചെയ്യാൻ തുടങ്ങി. ബിഞ്ച് വാച്ചിങ് എന്തെന്നാൽ ഒരു സീരീസിനെ ഒറ്റയിരിപ്പിൽ എല്ലാ എപ്പിസോഡും കണ്ടു തീർക്കുക. അവർ സീരീസ് ടൈപ്പ് കോണ്ടന്റ് ചെയ്യുന്നതിലൂടെ ഒരു വീഡിയോ കണ്ടാൽ അടുത്ത വീഡിയോ കാണണം, അത് കണ്ടാൽ അടുത്തത്, അങ്ങനെ മുഴുവൻ വീഡിയോസും കാണേണ്ടി വരും. നിങ്ങൾ അബദ്ധത്തിൽ കരിക്കിന്റെ ഈ തേരാപ്പാര സീരീസ് കണ്ടാൽ അവസാനം നിങ്ങൾ 2-3 എപ്പിസോഡ് കണ്ട് 20 എപ്പിസോഡ് വരെ കാണേണ്ടി വരും. കാരണം അവരുടെ ഓരോ സീരീസും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇല്ലെങ്കിൽ നെക്സ്റ്റ് എന്ത് സംഭവിക്കുമെന്നുള്ള ഒരു മൊമെന്റ് എത്തുമ്പോഴായിരിക്കും അത് തീരുക. ഇതിലൂടെ തന്നെ ഒരു വീഡിയോക്ക് കിട്ടിയ വ്യൂസ് അവർക്ക് മൾട്ടിപ്പിൾ വീഡിയോസിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇനിയായിരുന്നു അടുത്തൊരു കീ പോയിന്റ് മേക്കിംഗ് സീസണൽ വീഡിയോസ്. അവിടെ ആദ്യത്തെ ടൈമിൽ ഫിഫ വേൾഡ് കപ്പ്, ഓണം, ക്രിസ്മസ് ഇങ്ങനത്തെ ഓരോ സമയത്ത് അതിനെക്കുറിച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ സമയത്ത് ഇങ്ങനത്തെ സീസണൽ വീഡിയോസ് കൂടുതൽ ട്രെൻഡിങ് ആയിരിക്കും. സോ ഇങ്ങനത്തെ സീസണൽ വീഡിയോസ് ചെയ്യുന്നതിലൂടെ കൂടുതൽ ഓഡിയൻസിലോട്ട് എത്താനും കഴിയും. നിങ്ങളാണെങ്കിൽ M4Tech, വില്ലേജ് ഫുഡ് ചാനൽ ഇങ്ങനത്തെ വലിയ ചാനൽസ് നോക്കിയാൽ ഇവരെല്ലാം സീസണൽ വീഡിയോസ് ചെയ്യുന്നവരാണ്. വിഷു, ക്രിസ്മസ്, ഓണം, ദിവാലി ഇങ്ങനത്തെ സ്പെഷ്യൽ വീഡിയോസ് ഇവരുടെ ചാനൽ നിറയെ കാണാൻ കഴിയും. ഇനി നമുക്ക് കരിക്കിന്റെ യൂട്യൂബ് ചാനലിന്റെ റവന്യൂ നോക്കാം. ഇതൊരു ഒഫീഷ്യൽ കാൽക്കുലേഷൻ അല്ല. കറക്റ്റ് ആയിട്ട് യൂട്യൂബ് റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് ഉപയോഗിച്ചൊരു റഫ് കാൽക്കുലേഷൻ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു അടുത്തുള്ള നമ്പർ ആയിരിക്കും കിട്ടുക.
സോ കരിക്കിന്റെ ലൈഫ് ടൈം റവന്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം വ്യൂസ് കണ്ടുപിടിക്കണം. അവരുടെ ലൈഫ് ടൈം ടോട്ടൽ വ്യൂസ് എന്ന് പറയുന്നത് 2 ബില്യൺ പ്ലസ് ആണ്. സോ മെയിൻലി നമ്മൾ ലോങ് ഫോം വീഡിയോസിന്റെ റവന്യൂ മാത്രമായിരിക്കും ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഷോർട്സിന് നല്ല രീതിക്ക് തന്നെ റവന്യൂ കുറവാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ സ്കിപ്പ് ചെയ്ത് കളയാം. ഈ ടോട്ടൽ 2 ബില്യൺ വ്യൂസിൽ 280 മില്യൺ വ്യൂസ് ഷോർട്സിൻ്റെതാണ്. സോ അവിടെ ടോട്ടൽ ലോങ് ഫോം വ്യൂസ് എന്നത് 1.62 ബില്യൺ ആണ്. ഇനി നമുക്ക് അവിടെ RPM കണ്ടുപിടിക്കണം. അതായത് 1000 വ്യൂസിൽ അവർക്ക് എത്ര രൂപ കിട്ടും. അവരുടെ ചാനൽ എന്റർടൈൻമെന്റ് ആയതുകൊണ്ട് തന്നെ പൊതുവെ RPM കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 1000 വ്യൂസിന് 30 രൂപ വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ 1.62 ബില്യൺ വ്യൂസിന് ഏകദേശം അവരുടെ ലൈഫ് ടൈം റവന്യൂ ഇത്രയുമായിരിക്കും, 4,86,00,000 രൂപ. ഇത് ചിലപ്പോൾ ചെറിയ വ്യത്യാസം വന്നേക്കാം, പക്ഷെ ഏകദേശം ഇതിനടുത്തൊക്കെ ആയിരിക്കും അവരുടെ നമ്പർ. പിന്നെ ഒരിക്കൽ കൂടെ പറയുന്നു, ഇതൊരു റഫ് കാൽക്കുലേഷൻ മാത്രമാണ്. അതും കൂടാതെ യൂട്യൂബ് ആഡ് റവന്യൂവിനെ കുറിച്ച് നിഖിൽ പ്രസാദ് തന്നെ പറയുന്നുണ്ട്. ആഡ് റവന്യൂ ഒരു ബോണസ് റവന്യൂ മാത്രമായിട്ട് കൂട്ടിയാൽ മതി. കാരണം ഹി നോസ് ആഡ് റവന്യൂവിനേക്കാൾ കൂടുതൽ സ്പോൺസർഷിപ്പിൽ നിന്ന് മാത്രം കിട്ടും. അതുകൊണ്ട് തന്നെ അവിടെ റഫായിട്ടുള്ള ഒരു സ്പോൺസർഷിപ്പ് റവന്യൂ കണ്ടെത്തി. ഞാനിത് കുറച്ച് റിസർച്ചിലൂടെ കണ്ടെത്തിയതാണ്. 30 സെക്കൻഡ് തൊട്ട് 1 മിനിറ്റ് വരെയുള്ള സ്പോൺസർഷിപ്പിന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി 30 ലാഖാണ് അവർ വാങ്ങിക്കുന്നത്. പക്ഷേ ഇതവരുടെ 2021 ഒരു റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ 2025 എടുത്ത് നോക്കിയാൽ ഇതിലും കൂടുതലായിരിക്കും. ഇനി നോക്കുക, ഇതവരുടെ വൺ ഓഫ് ദി മോസ്റ്റ് വ്യൂസ് കുറഞ്ഞ വീഡിയോ ആണ്. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, ഇത് വൺ ഓഫ് ദി മോസ്റ്റ് റവന്യൂ ജനറേറ്റഡ് വീഡിയോ കൂടിയാണ്. കാരണം ഒരു ബ്രാൻഡ് സ്പോൺസർ ചെയ്യുന്ന ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഇന്റഗ്രേറ്റഡ് വീഡിയോസിനേക്കാൾ ഡെഡിക്കേറ്റഡ് സ്പോൺസർഷിപ്പ് വീഡിയോസിന് വളരെ റവന്യൂ കൂടുതലാണ്. പിന്നെ അവർ ചെയ്യുന്ന ഈ ഹാർഡ് വർക്കിനും ഡെഡിക്കേഷനും ഇതൊക്കെ അവരെ 100% അർഹിക്കുന്ന കാര്യങ്ങളാണ്. ഇത്രയും നല്ല ഹൈ ക്വാളിറ്റി കോണ്ടന്റ്സ് അവർക്ക് ചെയ്യണമെങ്കിൽ ഉറപ്പായും സ്പോൺസർഷിപ്പ് എടുത്താൽ മാത്രമേ കഴിയത്തുള്ളൂ. കാരണം അവർ ഇപ്പോൾ ഉണ്ടാക്കുന്നത് വെറും ഒരു യൂട്യൂബ് വീഡിയോ അല്ല, മൂവീസ് എന്ന് വേണമെങ്കിൽ പറയാം. ജസ്റ്റ് ഈ സീരീസിന്റെ ഒരു ലെങ്ത് നോക്കുക, ഏകദേശം 1 hour 40 minutes. അതായത് ഒരു സിനിമയുടെ ലെങ്ത്. വേണമെങ്കിൽ ഒരു ഫുൾ മൂവി ചെയ്തിട്ട് യൂട്യൂബിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണെങ്കിൽ പറയാം. ഈ വീഡിയോയുടെ ലെങ്ത് കൂടിയോണ്ട് തന്നെ എനിക്ക് അതിന്റെ ഇക്വേഷൻ 3 പറയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ പാർട്ട് 2 ആണെങ്കിൽ കമന്റ് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും അറിയാം, കരിക്കിനേക്കാൾ സബ്സ്ക്രൈബേഴ്സ് ഉള്ള മലയാളത്തിലെ വൺ ഓഫ് ദി ടോപ്പ് ചാനലാണ് ഇൻഫോടെക്. അവരുടെ ഒരു ജീനിയസ് സ്ട്രാറ്റജി അറിയണമെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തേക്കാം.